ദൈവനാമത്തിന് മഹത്വം അനുഗ്രഹിക്കപ്പെട്ട ആ, നല്ല പ്രഭാത സമയത്തിനായി കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആ, നമ്മുടെ ചിന്താവിഷയത്തിന് വേണ്ടി നമുക്ക് ഇന്ന് മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിന്റെ 18, 19 വേദഭാഗങ്ങളാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിന്റെ ഞാനത് സ്ക്രീനിൽ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു പിക്ചർ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. ആ പിക്ചർ കാണുമ്പോൾ തന്നെ എന്റെ സന്ദേശം ആ, നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ നമ്മൾ കാണുന്നത് ആ, യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അതിൽ ഒരു അത്തിവൃക്ഷത്തിൽ നോക്കി അതിൽ നിന്ന് ഫലത്തെ പ്രതീക്ഷിച്ച ഒരു പിക്ചറാണ്. ഫലം കാണാതെ കൊണ്ട് അതിനെ ശപിച്ചു എന്നാണ്. ജീസസ് കേഴ്സസ് എ ഫിഗ് ട്രീ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് നമ്മൾ കാണുന്നത് ആൻഡ് ക്ലെൻസസ് ദ ടെമ്പിൾ എങ്ങനെയാണ് പറയുന്നത്. ജീസസ് കേഴ്സസ് എ ഫിഗ് ട്രീ ആൻഡ് ക്ലെൻസസ് ദ ടെമ്പിൾ എന്നാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ എന്റെ മെസ്സേജിലേക്ക് ഞാൻ കടക്കുന്നു. നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. എന്റെ ടോപ്പിക് ഇതാണ്: ക്രിസ്തീയ ജീവിതം, ജയകരമായ ക്രിസ്തീയ ജീവിതം. ക്രിസ്ത്യൻ ലൈഫ് ആൻഡ് വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. ഇത് രണ്ടും നമ്മൾ വ്യത്യസ്തമായി നമ്മൾ കാണുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതാണ്. ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് നാം ക്രിസ്തുവിനെ അറിയുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി തീരാൻ കഴിയും. ബൈബിള് വായിച്ചതുകൊണ്ട് യേശുവിനെ അറിയാൻ കഴിയും. രക്ഷിക്കപ്പെട്ടത് കൊണ്ടും യേശുവിനെ അറിയാൻ കഴിയും. പക്ഷെ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമുക്ക് മാറ്റപ്പെടേണ്ടത് വളരെ ആവശ്യകരമാണ്. ഞാൻ അനേകരെ കഴിഞ്ഞ 26 വർഷമായ മിനിസ്ട്രിയിലെ കൂടി കാണുകയും സംസാരിക്കുകയും അവരുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുകയും ഒക്കെ കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ചില ചിന്തകളാണ് ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. വിശേഷം കഴിഞ്ഞ ദിവസം ഒരു സഹോദരി രോഗിയെ ഭാരപ്പെട്ടപ്പോൾ അവർ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനൊന്ന് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞു. മരിക്കത്തക്കതായ അസുഖമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു അസുഖം മാത്രമാണ് വന്നത്. അത് ഞങ്ങൾ പ്രാർത്ഥിച്ചു, അവർ സൗഖ്യമാവുകയും ചെയ്തു. എന്നാൽ അവര് ആവശ്യപ്പെട്ടത് ഞാനൊന്ന് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. ചിലർ നമുക്ക് കാണുവാൻ കഴിയും, അവരെങ്ങനെ ജീവിച്ചു പോവുകയാണ്. പ്രത്യേകിച്ച് വളർച്ചയൊന്നുമില്ല, ജീവിച്ചു പോകുന്നു. നമ്മുടെ വിശേഷം കഴിയും, എന്താണ് വിശേഷങ്ങൾ, എന്ത് പറയാനാ, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാവാം. അവരുടെ സംസാരത്തിൽ തന്നെ ഒരു പ്രത്യാശയില്ലാത്ത ഒരു വാക്ക് നമുക്ക് കാണുവാൻ കഴിയും. ഇനി ചിലരുടെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനും കഴിയും ജയകരമായ ജീവിച്ചാണ് അവർ പോകുന്നതെന്ന്. ഇപ്പൊ ഞാൻ സൂം മീറ്റിങ്ങിൽ പറയാറുണ്ട്, പലപ്പോഴും സൂം മീറ്റിങ്ങിൽ നമ്മളെ വീഡിയോ ഓൺ ചെയ്യാറില്ല. അതിന്റെ കാരണം ഒരു പക്ഷേ നമ്മള് ആ മീറ്റിംഗിന് വേണ്ടി തയ്യാറെടുപ്പോട് കൂടി ആയിരിക്കത്തില്ല. നമ്മൾ ഉറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അതിനോട് പ്രിപ്പറേഷൻ ഇല്ലാതെ നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് സ്വയം ഒരു എന്താ പറയാ, ഒരു ആത്മവിശ്വാസമില്ല. എന്റെ വീഡിയോ വന്നാൽ അത് എങ്ങനെ ഇരിക്കും, അത് മറ്റവരെ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടും ആളുകൾ വീഡിയോ വരാറില്ല. ഇപ്പൊ അവര് വീഡിയോ വരണമെന്നതേ ഇല്ല, ഞാൻ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. എനിക്ക് വീഡിയോ വന്നാലും വന്നതിനും വിഷയമില്ല. പക്ഷെങ്കിൽ നമ്മുടെ സൂം പ്ലാറ്റ്ഫോംസിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ വീഡിയോയോട് കൂടി വരുന്നതാണ് എപ്പോഴും അതിന്റെ ഒരു അനുഗ്രഹം.
നമ്മൾ ഇതിനു മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് പ്രാർത്ഥിച്ച് UP പല സ്ഥലങ്ങളിൽ പല സഭകളും അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു പക്ഷെ മുൻപോട്ടത്തെ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ഓൺലൈൻ മീറ്റിങ്ങുകളുടെ പ്രാധാന്യം വളരെ വലുതാണ്. 2000 കൊറോണ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ദൈവകൃപയാൽ സൂം മീറ്റിംഗ് ആരംഭിച്ചു. അന്ന് ബീഹാറിൽ എനിക്ക് തോന്നുന്നു ആദ്യമായി സൂം മീറ്റിംഗ് ഒരുപക്ഷെ ആരംഭിക്കുന്ന ബീഹാറിൽ നോർത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും. ആ കാലഘട്ടത്തിൽ സൂം മീറ്റിംഗ് ഒരുപാട് ആളുകൾ വിമർശിച്ച ഒരു സമയമുണ്ട്. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ സൂം മീറ്റിംഗിന്റെ പ്രൈം മെമ്പർഷിപ്പ് എടുത്ത് ഞാൻ സൂം മീറ്റിംഗ് നടത്തി വരുന്നു. എന്നാൽ റെഗുലർ മീറ്റിംഗ് നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്തു വരുന്നില്ല. ഞങ്ങളുടെ ചർച്ചിന്റെ മാത്രം മീറ്റിങ്ങുകൾ മാത്രമേ ഞാൻ അതിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഞങ്ങളുടെ ചർച്ചിലും ചില സൺഡേകളിൽ ഞങ്ങൾക്ക് ആരാധനയ്ക്ക് സ്ഥലം കിട്ടാറില്ല. ഞങ്ങളൊരു വാടകയ്ക്ക് ഒരു ഹോളിലാണ് ആരാധിക്കുന്നത്. അത് കല്യാണ ആവശ്യത്തിന് വേണ്ടി ബുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആരാധന സ്ഥലമില്ലാത്തപ്പോൾ അപ്പോഴും ഞങ്ങൾ സൺഡേയിൽ ഞങ്ങൾ സൂം മീറ്റിംഗിൽ കൂടി വരാറുണ്ട്. അപ്പൊ സൂം മീറ്റിംഗിന്റെ എല്ലാ സാധ്യതകളും ഞങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു ചർച്ചാണ്. ഞങ്ങൾക്ക് സൂം മീറ്റിംഗ് വളരെ പ്രാധാന്യപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ ഇങ്ങനെ പറയാറുണ്ട്, സൂം മീറ്റിംഗിൽ എന്തുകൊണ്ട് നമ്മൾ വീഡിയോ വരുന്നില്ല? ഒന്നാമത്തെ കാരണം, നമ്മൾ ആ മീറ്റിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് അല്ല. നമ്മൾ ആ മീറ്റിങ്ങിന് വേണ്ടി തയ്യാറെടുപ്പോട് കൂടിയല്ല വരുന്നത്. നമ്മൾ ജസ്റ്റ് ആസ് ഇറ്റ് ഈസ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഉള്ള നമ്മുടെ നമുക്ക് വിശ്വാസക്കുറവ്, നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ സന്തോഷത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസക്കുറവാണ്. അപ്പം ഇനി നമ്മുടെ ചർച്ചകളിൽ പാസ്റ്റേഴ്സ് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും മുഖത്തേക്ക് നോക്കിയാണ് പ്രസംഗിക്കുന്നത്. ഇപ്പൊ ഞാൻ പ്രിൻസിപ്പിൾസ് ഓഫ് ടീച്ചിങ് പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്, നമ്മൾ എല്ലാവരും മുഖം നോക്കി പ്രസംഗിക്കണം. ഒരു ടേബിൾ ഫാൻ പോലെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പ്രസംഗിക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഓരോരുത്തരുടെയും മുഖത്ത് അവരുടെ ഫേസ് എക്സ്പ്രഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ ആ വചനത്തെ റിസീവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ആ ഫേസ് എക്സ്പ്രഷൻ മനസ്സിലാക്കാൻ കഴിയും, ആ വചനം ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ അക്സെപ്റ്റൻസും നമ്മുടെ വചനത്തിന്റെ റിസീവ്നെസ്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ആളുകളെ മുഖത്തേക്ക് നോക്കി നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ നമുക്കറിയാം, ചിലരുടെ അകത്ത് നമ്മൾ പറയുന്ന വചനം യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അവര് വേറെയൊക്കെയോ ലോകത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ വചനം എന്നോടുള്ളതൊന്നും അല്ല, എന്റെ ജീവിതത്തിൽ ഇതുവരെ പ്രാക്ടിക്കലി എനിക്ക് അനുഭവിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. പാസ്റ്റർ അങ്ങനെ പറയുന്നു, എങ്കിലും അത് എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ എനിക്കത് പ്രയോജനപ്പെട്ടിട്ടില്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന ഒരാളുകളെ നമുക്ക് മനസ്സ് അവിടെ വായിച്ചെടുക്കാനായിട്ട് കഴിയും. നമുക്കറിയാലോ, കർത്താവ് പലപ്പോഴും പരീശന്മാരെ ശാസ്ത്രിമാരെ മനസ്സ് അറിഞ്ഞു, അത് വായിച്ചിട്ട് കർത്താവ് സംസാരിച്ചത് നമുക്ക് പലയിടത്തും കാണാൻ കഴിയുമല്ലോ. അപ്പോൾ ദൈവാത്മാ ഞങ്ങൾ അങ്ങനെ അത് കണ്ടിട്ട് ഞങ്ങൾ അതനുസരിച്ച് വചനം മാറ്റി സംസാരിക്കാറുമുണ്ട്. എന്റെ ഇന്നത്തെ വിഷയം വിജയകരമായ ക്രിസ്തീയ ജീവിതം എങ്ങനെ നമുക്ക് നടത്താൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതവും വിജയകരമായ ക്രിസ്തീയ ജീവിതവും ഇത് രണ്ട് ഫാക്റ്റാണ്. ഇത് രണ്ടും തമ്മിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാനൊരു 12 വ്യത്യാസങ്ങൾ പറയാം. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ജയകരമായ ക്രിസ്തീയ നയിക്കുന്നവരിൽ ഒരു വളർച്ച അവരിലൊരു വളർച്ച ഉണ്ടാവും. 2, ജയകരമായ ക്രിസ്തീയ നയിക്കുന്നവരിൽ നിന്ന് ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കും. 3, ജയകരമായ ക്രിസ്തീയ നയിക്കുന്ന ആളുകളുടെ ഉള്ളിൽ അവരുടെ മുഖത്ത് പോലും ഒരു ദുഃഖം നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. 4, ജയകരമായ ക്രിസ്തീയ നയിക്കുന്നവർക്ക് ദൈവവചനം അവർക്ക് ലാഭമായിരിക്കും, അനുഗ്രഹമായിരിക്കും. 5, ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും ആത്മാവിന്റെ ഒരു പ്രകാശം പുറപ്പെടുന്നത് നമുക്ക് കാണുവാനായി കഴിയും. 6, ജയകരമായ ക്രിസ്തീയ നയിക്കുന്ന ആളുകൾ അവർക്ക് പരിശുദ്ധമായ ഒരു പേഴ്സണൽ എൻകൗണ്ടർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. 7, ജയകരമായ ക്രിസ്തീയ നയിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ധൈര്യം ഉണ്ടായിരിക്കും. 8, ജയകരമായ ക്രിസ്തീയ നയിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവര് അങ്ങനെ ജസ്റ്റ് ലിവിങ് അല്ല, അവര് ലിവിങ് ഫോർ എ പർപ്പസ് വിത്ത് എ ഹോപ്പ്. അവർക്ക് പ്രത്യാശകരമായ ജീവിതം അവർ നയിക്കുന്നവരായിരിക്കും. 9, ജയകരമായ ജീവിതം നയിക്കുന്ന
ആളുകളെ സംബന്ധിച്ച് ദൈവവചനം അവർക്ക് തിയറി മാത്രമല്ല, that should apply practically in their life. അത് പ്രായോഗികമായി അവർ ജീവിതത്തിൽ അതിനെ കൊണ്ടുവരുന്ന ആളുകളായിരിക്കും. 10, ജയകരമായ ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ തീരുമാനമെടുക്കുവാനുള്ളതായിരിക്കുന്ന കപ്പാസിറ്റി അവർക്കുണ്ടായിരിക്കും. തെറ്റിനെയും ശരിയെയും തിരിച്ചറിയാനുള്ള വിവേചന ശക്തി അവർക്ക് ഉണ്ടായിരിക്കും. 11, ജയകരമായ ക്രിസ്ത്യൻ നയിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് പാപത്തിന്മേൽ ജയമുണ്ടായിരിക്കും. പാപം അവരെ ഒരിക്കലും തോൽപ്പിക്കുകയില്ല. 12, ജയകരമായ ക്രിസ്ത്യൻ നയിക്കുന്ന ആളുകൾ ലജ്ജിക്കപ്പെടുകയില്ല. ആമേൻ, സ്തോത്രം. ഞാൻ ആശിക്കുന്നു, വചനം ഞാൻ സംസാരിക്കുന്നു, കേൾക്കാൻ നിങ്ങൾ ആദിവാസിമാരായിരിക്കാം, ദീർഘ നാളുകളായി വിശ്വാസ ജീവിതം നയിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് ഞാൻ ആ വചനത്തിന്റെ ഒരുപാട് ആഴങ്ങളിലേക്ക് പോയി സംസാരിക്കുന്ന ആവശ്യമില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് പറഞ്ഞ് പോകാൻ ആഗ്രഹിക്കുന്നു. വളർച്ചയില്ലാത്ത ഒരു ജീവിതം. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങൾക്കൊന്ന് വായിച്ച് സഹായിച്ചാൽ എനിക്ക് സന്തോഷമാണ്. അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റി, ഷെയർ ചെയ്താലും കുഴപ്പമില്ല. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 11 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. ആദ്യം കിട്ടുന്നവർക്ക് വായിക്കാം, ഇല്ലെങ്കിൽ എനിക്ക് കിട്ടി ഞാനും വായിക്കാം. വായിക്കുന്നേ. 5-ാം അധ്യായം എബ്രായ ലേഖനം 5-11 തൊട്ട് 14 വരെ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടകന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയമുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് പറ്റുകയുള്ളൂ. ആമേൻ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോയിന്റ്സിനകത്തുണ്ട്. ഒന്ന്, ആത്മാവിലുള്ള വളർച്ച. താങ്ക് യു വെച്ചാ, ആത്മാവിലുള്ള വളർച്ച. അപ്പോൾ ആത്മാവിലുള്ള വളർച്ച ഉള്ള ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ജയകരമായ ക്രിസ്തു നയിക്കുന്നവരെ സംബന്ധിച്ച്, അവർക്ക് വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം, അത് അതിൻ്റെതായ നിലയിൽ അതിനെ സ്വീകരിക്കും. അതവർക്ക് നന്നായിട്ട് അവർക്ക് അത് ഗ്രഹിക്കുവാനേ കഴിയും. നമ്മൾ അതിന്റെ പൊരുള് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം പോലും ഉണ്ടാകത്തില്ല. ഇപ്പോൾ നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് പലപ്പോഴും ക്രിസ്തുവിനോട് കൂടെ നടന്നിട്ടും അവർക്ക് കർത്താവ് പറഞ്ഞ സിമ്പിൾ ഉപമകളുടെ അർത്ഥം പോലും അവർക്ക് മനസ്സിലായിരുന്നില്ല. ഉദാഹരണം നമുക്ക് കാണുവാനും കഴിയും. വിതയ്ക്കുവാനും പോയ കർഷകനെ കുറിച്ചുള്ള ഒരു ഉപമ, വിത്ത് വിതയ്ക്കാൻ പോയ കർഷകനെ കുറിച്ച് വളരെ സിമ്പിളാണ്, ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകേണ്ടതാണ്. പക്ഷേ അവർക്കത് മനസ്സിലായില്ല. അവർക്ക് മനസ്സിലായ എന്തുകൊണ്ട് എന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത്, അവർക്ക് കട്ടിയായുള്ള ആഹാരം അവർക്ക് ഡൈജസ്റ്റ് ആകത്തില്ല. അതായത് ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാത്തവർക്ക് കട്ടിയായിട്ടുള്ള ദൈവവചനം അവർക്ക് ഡൈജസ്റ്റ് ആകത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ദൈവവചനം കേൾക്കുമ്പോൾ അവര് നിഷ്ക്രിയരായിരിക്കും. അതിന്റെ അർത്ഥം അവര് as it is being in a Christian life, but they are not promoted into a victorious Christian life. Just living, just being as a namesake a Christian, because a lot of Christians are like that. ഒരു 100-90 പേരും അങ്ങനെ. കാരണം കാത്തലിക്സ് ആണല്ലോ ക്രിസ്ത്യൻ സമുദായം എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും കൂടുതലുള്ളത്. ഇന്നലെ എനിക്ക് പട്ന ബിഷപ്പ് ഹൗസിലുള്ള കുറെ ഫാദേഴ്സ്, അച്ഛന്മാരുമായിട്ട് ദൈവം സംസാരിക്കുവാനും എനിക്ക് അവസരം കർത്താവിനും തന്നു. ഞാൻ അവിടെ ക്യാമ്പസ് ഒക്കെ ചുറ്റുണ്ട് കണ്ടു. ഏകദേശം 40 ഏക്കർ ക്യാമ്പസ് ഉണ്ട്. ആ ക്യാമ്പസിനകത്ത് മുഴുവൻ മറിയയുടെ വിഗ്രഹങ്ങളും ഫോട്ടോകളും അല്ല, അതൊന്നുമില്ല. ഇനി കർത്താവിന്റെ ഒക്കെ ഒരു ഫോട്ടോയും അതുപോലെ എനിക്ക് കാണാനില്ല. അപ്പോൾ അവിടെ കൂടി വരുന്ന ആയിരക്കണക്കിന് ആളുകളെ സംബന്ധിച്ച് അവര് നയിക്കുന്ന എന്താണ്? ക്രിസ്തീയ ജീവിതമാണ്. പക്ഷെ ജയകരമായ ക്രിസ്തീയ ജീവിതം
അല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവർക്ക് ദൈവവചനം അവർക്ക് കട്ടിയാണ്. ഞാൻ അവരോട് പറയാണ്, മറിയ ഒരു മധ്യസ്ഥതയ്ക്ക് അല്ല, മധ്യസ്ഥ അടയ്ക്കാൻ മറിയ കഴിയയില്ല. മറിയ ആ സാധാരണ ആളുകളെ പോലെ ജീവിച്ച് മരിച്ചുപോയി, കർത്താവിന്റെ ഒരു ദാസി മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ അവരൊരു എന്നെ ക്യാമ്പസിന് ഓടിച്ചു കളയും അപ്പൊ തന്നെ. അപ്പോൾ സാധാരണ ഒരു വചനം പോലും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടാകത്തില്ല. അടുത്തത് അവിടെ കാണുവാൻ കഴിയുന്നത് ഇതാണ്: നന്മ തിന്മകളെ തിരിച്ചറിയുവാനും അവർക്ക് കഴിയത്തില്ല. ഗുഡ് ഓർ ബാഡ്, ഏതാണ് സത്യം ഏതാണ് അസത്യം, ഏതാണ് നല്ലത് ഏതാണ് മോശം എന്ന് തിരിച്ചറിയുവാൻ കഴിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവര് ജയകരമായ ജീവിതത്തിൽ അവർക്ക് ആയിരിക്കുന്നു എന്ന് പറയാൻ കഴിയത്തില്ല. അവര് ജസ്റ്റ് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നു. ക്രിസ്ത്യാനിയാണ്, അതിലേക്കാർ നോക്കുമ്പോൾ ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ നമ്മുടെ പേരുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയാണ്. പക്ഷെങ്കിൽ ജയകരമായ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് നമുക്കൊരു പ്രൊമോഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല. രണ്ടാമത്തത് നോ ഫ്രൂട്ട്സ്, ഫലമില്ലാത്ത ഒരു ജീവിതം. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചില യൂട്യൂബ് ചാനലുകളിലും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ചില ദൈവാസന്മാർ വിശ്വാസികളെ ദൈവമക്കളെ ശപിച്ചു എന്നൊക്കെ ഉള്ള ചില വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതില് തെറ്റും ശരിയും ഒന്നും നമ്മൾ ഇപ്പൊ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിന് സമാനമായിട്ട് ഒരു കാര്യം നമുക്ക് ഇവിടെ കാണുവാനും കഴിയും. യേശുക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് ഫലം അന്വേഷിച്ച ഒരു അത്തിയിൽ വന്നു. എന്നാൽ അവിടെ താഴേക്ക് എത്തിക്കുന്നത് അത് ഒരു സീസൺ ടൈം ആയിരുന്നില്ല. ഇറ്റ് വാസ് എൻ ഔട്ട് ഓഫ് സീസൺ. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. യേശു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഫലം സീസണിൽ മാത്രമല്ല, ഔട്ട് ഓഫ് സീസണിൽ കൂടെ, അല്ലെങ്കിൽ 12 മാസവും ഫലം കായ്ക്കുന്ന ഒരു ആത്മിക ജീവിതമാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സീസൺ എന്ന് പറഞ്ഞാൽ നല്ല കാലം, അതായത് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളില്ലാത്ത, രോഗങ്ങളില്ലാത്ത ഒരു കാലഘട്ടം എന്ന് പറയാം. അതാണ് സീസൺ. ഓഫ് സീസൺ എന്ന് പറഞ്ഞാൽ രോഗിയായിരിക്കുന്ന സമയമാണ്, സാമ്പത്തികമായി ക്ലേശങ്ങളിൽ കടന്നു പോകുന്ന സമയമാണ്. ആ സമയം, അങ്ങനെ ഒരു സമയം ജീവിതത്തിൽ കടന്നു വന്നാൽ അത് ശപിക്കപ്പെട്ടതാണ് എന്ന് ഒരു ദിവസം കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ പറഞ്ഞ് ഞാൻ കേട്ടു. അതും ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം, ദുഃഖം, കഷ്ടം, പ്രയാസങ്ങൾ, നിന്ന, അപമാനം ഇതൊക്കെ വരാം. അങ്ങനെയുള്ള ഒരു ജീവിതം ശപിക്കപ്പെട്ട ജീവിതമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതും എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ഓഫ് സീസൺ എന്ന് പറയാം, ഓഫ് സീസൺ. അപ്പോൾ സീസൺ ആൻഡ് ഓഫ് സീസൺ രണ്ട് സമയത്തും ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കുക. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 22 മുതൽ 23 വരെ വേദഭാഗം നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. 5-ാം അധ്യായം അതിന്റെ 22 മുതൽ 23 വരെയുള്ള വേദഭാഗത്ത് നമുക്ക് എന്ത് ഫലമാണ് കർത്താവ് നമ്മിൽ നിന്നും തിരഞ്ഞു വന്ന് കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് അവിടെ പഠിക്കുവാൻ കഴിയും. 5-ന്റെ 22 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അപ്പോൾ ഈ ഫലങ്ങളാണ് കർത്താവ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ, ഒരു ദൈവദാസന്റെ ജീവിതത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മുടെ അടുക്കിലേക്ക് എപ്പോഴും വരാം. രണ്ടാമത്തെ പോയിന്റ്, കർത്താവ് ഏത് സമയത്തും വരാം. സീസൺ ആൻഡ് ഓഫ് സീസൺ, ഏത് സമയത്തും കർത്താവിനെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ സമയത്ത് കർത്താവിനെ പ്രതീക്ഷിക്കുന്ന ഫലം എന്താണ്? നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം സ്നേഹം, സന്തോഷം. നമ്മുടെ അകത്ത് സ്നേഹം എന്ന ഫലമുണ്ടോ? ആ സ്നേഹത്തിന്റെ ഫലം കർത്താവ് അന്വേഷിക്കുമ്പോൾ കണ്ടില്ല എങ്കിൽ കർത്താവ് ശപിക്കുമെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷെങ്കിൽ ആ ജീവിതം കൊണ്ട് ഒരു പ്രത്യേക പ്രയോജനം ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു പ്രയോജനമില്ലാത്ത ഒരു ജീവിതമായി തീരുവാൻ സാധ്യതയുണ്ട്. 1 കൊരിന്ത്യർ 13-14 അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ എല്ലാ കൃപാവരങ്ങളെക്കാളും ശ്രേഷ്ഠമായ കൃപാവരത്തെ കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് സ്നേഹമെന്ന കൃപാവരം. അപ്പോൾ ജയകരമായ ക്രിസ്തുവിനെ നയിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ മറ്റുള്ളവരോടുള്ള സ്നേഹം ഉണ്ടായിരിക്കും.
അപ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലായെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹമില്ലാത്തൊരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരിപ്പോഴും വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളെ ദേവദാസന്മാർ പ്രത്യേകം ഫോക്കസ് ചെയ്ത് അവരുമായി കൂടുതൽ സമയം ചെലവഴിച്ച് പ്രാർത്ഥനയും നമ്മൾ അവരുമായി ഏറ്റവും കൂടുതൽ നമ്മൾ അത് വെച്ചാൽ സ്നേഹമില്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം മാത്രമായി. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയാൽ നമ്മൾ അവരുമായി കൂടുതൽ നമ്മുടെ ദൈവജനമായും അവരുമായി കൂടുതൽ പ്രാർത്ഥന നമ്മൾ സമയം നമ്മൾ ചെലവഴിക്കണം. പിന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സന്തോഷം മറുപടിയിൽ ഉണ്ടാകത്തില്ല, സമാധാനം. ചർച്ചിലേക്ക് നമ്മൾ പ്രസംഗിക്കുമ്പോൾ പാസ്റ്റേഴ്സ് എപ്പോഴും സീരിയസ് ആയിട്ട് പ്രസംഗിക്കാറില്ല. നമ്മൾ നർമ്മമായിട്ടും അതുപോലെ വളരെ കാഷ്വലായിട്ടും ഒക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. സീരിയസ് മാറ്റർ സംസാരിക്കും, ഓക്കെ, ഓഫ് കോഴ്സ് കേൾക്കുന്നവരുടെ ഉള്ളിലും സീരിയസ് ഒരു മുഖഭാവം നല്ലതാണ്. പക്ഷെ നമ്മളൊരു നർമ്മമായിട്ടുള്ള ഒരു സാധാരണ ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ചിലരുടെ കൂടെ ഒരു സന്തോഷവും എന്ത് ചെയ്യത്തില്ല, കാണുവാൻ നമുക്ക് കഴിയത്തില്ല. അപ്പോൾ സന്തോഷം ഉള്ള ഒരു ജീവിതം, ഹാപ്പി ലൈഫ്. അപ്പോൾ സന്തോഷകരമായ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് പൈസയും പണവും വീടും കാറും ഒക്കെ ഉള്ളപ്പോഴാണോ? അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടെ ക്രൈസ്തവ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അനുഗ്രഹം എന്ന് പറയുന്നത് ഒരുപാട് പൈസയും സൗകര്യങ്ങളും കാറും വീടും ഒക്കെ ഉള്ളത് കൊണ്ടാണ്, അപ്പോഴാണ് നമ്മൾ ജയകരമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നൊരു തെറ്റായിട്ടുള്ളൊരു വ്യാഖ്യാനം അല്ലെങ്കിൽ ചിന്താഗതിയുടെ ക്രൈസ്തവ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അതൊന്നും ശരിയല്ല. ഒരുപാട് ധനമുള്ള, ഒരുപാട് സമ്പന്നരായിട്ടുള്ള പല ക്രൈസ്തവരും ക്രിസ്തീയ ജീവിതത്തിൽ വിജയകരമായി ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കാൻ കഴിയാത്ത ആളുകളെ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഹിന്ദി പറഞ്ഞാല് സുബഹ് സേ ശാം തക് ദേർ തക് കാം കർത്തേ ഹൈ ഓർ ദുഃഖ് ഭരി റോട്ടി ഖാത്തെ. ഒരുപാട് സമ്പത്തും നന്മയും ഒക്കെയുണ്ട്. എന്നാല് ദുഃഖ് ഭരി റോട്ടി എന്നാൽ മലയാളത്തിൽ പറയാം ദുഃഖം നിറഞ്ഞ ആഹാരം കഴിക്കുന്ന ആളുകൾ നമുക്ക് കാണുവാനായി കഴിയും. അപ്പൊ സമ്പത്ത് ജയകരമായ ക്രിസ്തീയത്തിന് ഒരു അളവുകൊള്ളല്ല. അപ്പം അടുത്തത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ദീർഘക്ഷമ, ദയ, പരോപകാരം. ദീർഘക്ഷമ, ദയ, പരോപകാരം. എനിക്കൊരു ദേവദാസന് തന്നെ പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുമായി അദ്ദേഹം മിണ്ടിയിട്ട് തന്നെ വർഷങ്ങളായി. അത്യാവശ്യം കാര്യങ്ങൾ ഒബ്ജക്റ്റീവ് മാത്രം, പോകാം വരാം, ചോറെടുത്താൽ ചോദിച്ചാൽ ചോറെടുക്കട്ടെ ചോദിച്ചാൽ എടുത്തോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് മൂളും. ഇങ്ങനെ ജീവിക്കുന്ന ഒരു ഭാര്യ ഭർത്താവ് വർഷങ്ങൾ ഒരു വീട്ടിനകത്ത്. കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദേവദാസനാണ്, പേരൊന്നും ഞാൻ പറയത്തില്ല. അപ്പോൾ ആ വീട്ടിന്റെ അവസ്ഥ എന്താണ്? അദ്ദേഹം നല്ലൊരു പ്രാസംഗികനാണ്, സഭാ ശുശ്രൂഷകനാണ്. പക്ഷെ നമ്മൾ അടുത്ത് ചോദിച്ചാൽ, ദേവദാസനെ നിങ്ങൾ ജയകരമായ ക്രിസ്തു ജീവിതത്തിലേക്കാണോ നിങ്ങൾ പോകുന്നത്, ജയകരമായ ക്രിസ്തു ജീവിതത്തിലൂടെയാണോ നിങ്ങളുടെ കുടുംബം പോകുന്ന ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയോ ഇല്ലെങ്കിൽ അറിയത്തില്ല. പക്ഷെ നമുക്കറിയാം അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്ഷമയില്ലാത്ത ഒരു ജീവിതം, പരസ്പരം വിട്ടുവീഴ്ചയില്ല എങ്കിൽ അതിന്റെ അർത്ഥം നാം ഇപ്പോഴും ജയകരമായ ക്രിസ്തു ജീവിതത്തിലേക്ക് നാം പ്രവേശിച്ചിട്ടില്ല. പിന്നെ നമുക്ക് കാണുവാൻ കഴിയും ദയ, അതുപോലെ പരോപകാരം. മറ്റുള്ളവരോടുള്ള ദയയുടെ മറ്റൊരു പരിണാമമാണ് അവരോടുള്ള മറ്റുള്ളവരുടെ പരോപകാരം. മറ്റുള്ളവർക്ക് വേണ്ടി അല്പസമയത്തെ നമുക്ക് വേർതിരിക്കാൻ കഴിയും. കർത്താവ് പറഞ്ഞല്ലോ, ആരെങ്കിലും നിങ്ങളോട് ഒരു നാഴിക ദൂരം നിങ്ങളുടെ കൂടെ എൻ്റെ കൂടെ നടക്കാവോ എന്ന് ചോദിച്ചാൽ 2 നാഴിക നടക്കാൻ കഴിയുമെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ വി ആർ എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. മറ്റുള്ളവരെ സഹായിക്കുവാനും അവരെ ആദരിക്കുവാനും അവർക്ക് വേണ്ടി നമുക്ക് സമയം ചെലവഴിക്കുവാനും നമുക്ക് കഴിയുന്നെങ്കിൽ അതിന്റെ അർത്ഥം നാം ഒരു ജയകരമായ ക്രിസ്തു ജീവിതത്തിലേക്ക് നാം ഓട്ടോമാറ്റിക്കൽ നമ്മൾ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത് നമുക്ക് അവിടെ കാണുവാനായി കഴിയുന്നത് വിശ്വസ്തത, സൗമ്യത, എന്തിരുചയം, കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പം ഇതെല്ലാം ഉള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് അതെല്ലാം ഒരു ജീവിതത്തിൽ പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, ആ പ്രാക്ടിക്കൽ നമ്മളെ ബെനിഫിറ്റഡായി മാറ്റുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയും, ഞാൻ വിജയകരമായ ക്രിസ്തു ജീവിതത്തിലൂടെയാണ് നടന്നു പോകുന്നത് എന്ന് പറയുവാനായി കഴിയും. അടുത്ത വചനം നമുക്ക് വായിക്കാം. നമുക്ക് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ സ്വസ്ഥതയിൽ പ്രകാശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലും നാവും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു.
എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തുവെന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഏഴാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്ന് ഏഴാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെയും പിന്നെയും അരുളി ചെയ്യുന്നു. ആമേൻ. ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അപ്പോൾ ജയകരമായ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടാത്ത ആളുകളെ സംബന്ധിച്ച് ദേ ആർ ഇൻ എ ഡേഞ്ചർ സോൺ. അതൊരു ഡേഞ്ചർ സോണിലാണ്, കൈവിടപ്പെട്ടു പോകാവുന്ന ഒരു ഡേഞ്ചർ സോണിലാണ് അവരുടെ നടപ്പ്. അപ്പോൾ ഇവിടെ ആ വചനത്തെ 2 പ്രാവശ്യം നമുക്ക് കാണുവാൻ കഴിയും. 2 പ്രാവശ്യം പറയുന്നത് അവര് എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ സാധ്യതയില്ല എന്നാണ്. കാരണം കേട്ട വചനം വിശ്വാസമായി. യെസ്, നാം ഭയപ്പെടുക. ഭയപ്പെടുക. അപ്പൊ നമ്മുടെ അകത്തൊരു ഭയം ഉണ്ടായിരിക്കണം. അപ്പൊ ദൈവദാസന്മാരെ നമുക്ക് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് നമുക്കൊരു ഭയം ഉണ്ടാകണം. എന്റെ ഒരു വിശ്വാസി എക്സ് ആൻഡ് വൈ. അപ്പോൾ ആ വിശ്വാസിയുടെ അകത്ത് അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെടുന്നില്ല എന്ന് തോന്നിയാൽ എനിക്കും അവരെ കുറിച്ചുള്ള ഒരു ഭയം ഉണ്ടാകണം. അതാണ് ലോസ്റ്റ് ഷീപ്പ്. ആ ലോസ്റ്റ് ഷീപ്പിനെ കുറിച്ചുള്ള അണ്ടിൽ ദ ലോസ്റ്റ് ഷീപ്പ് ഷുഡ് ബി അറ്റൻഡ്. അതൊരു ദൈവദാസൻ ലൈഫിന്റെ ഒരു എന്താ പറയാ ഒരു ടാർഗറ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഞാൻ ഇതിനെ സംസാരിക്കുമ്പോൾ 2 കാറ്റഗറി എനിക്കറിയാം. ഒന്ന് കർത്താദാസന്മാർ, 2 ദൈവമക്കൾ. അപ്പൊ ദൈവദാസന്മാരായിട്ട് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ദൈവവചനം പ്രയോജനപ്പെടാത്ത ഒരു വ്യക്തിയെ കണ്ടെത്തിയാൽ നമ്മൾ അവരെ കൂടുതൽ കെയർ ചെയ്യണം. നമ്മൾ വിട്ടുകളയരുത്, കൂടുതൽ നമ്മൾ അവരെ കെയർ ചെയ്യണം. ഇവിടെ നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്: സദ്വർത്തമാനം അവർ കേട്ടവരെങ്കിലും കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പോൾ വചനം ഉപകാരപ്പെടാത്ത ഒരാളുകൾ അല്ലെങ്കിൽ വ്യക്തി എന്ന് പറഞ്ഞാൽ അവര് വിക്ടോറിയസ് ലൈഫിൽ അല്ല, അവര് ക്രിസ്ത്യൻ ലൈഫില്ല. അവരുടെ അറ്റൻഡൻസ് ചർച്ചിലുണ്ടാവാം, അവര് ദശാംശവും മറ്റ് ദാനങ്ങളൊക്കെ തരുകയും ചർച്ചിന് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ സ്റ്റിൽ ദൈവവചനം അവരുടെ ജീവിതത്തിൽ അവർക്ക് പ്രയോജനപ്പെടുന്നില്ല എങ്കിൽ അവര് ഡേഞ്ചർ സോണിലാണ്. ഡേഞ്ചർ സോൺ. കത്തരാമേ, എപ്പോഴും വേണമെങ്കിലും അവർ കൈവിട്ടു പോകാം. ആ 2 പേര് തിരുകളിൽ അരി പൊടിച്ചുകൊണ്ടിരിക്കുന്നവരിൽ നിന്ന് ഒരാൾ കൈവിടപ്പെട്ട് പോകുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുമല്ലോ. അപ്പൊ കൈവിടപ്പെട്ടു പോകുന്ന ഒരു സാധ്യത കൂടെ ഉണ്ട്. ആ 2 പേർ ഒരു പക്ഷെ ഭാര്യ ഭർത്താവായിരിക്കാം, ക്രിസ്ത്യ ജീവിതം നയിച്ചവരായിരിക്കാം. പക്ഷെ വിശ്വാസമായി വചനം പരിണമിക്കാത്തത് കൊണ്ട് അവർക്ക് ക്രിസ്ത്യ വചനം ലാഭമായി തീരുവാൻ ഇടയായില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് നമുക്ക് കാണുവാൻ കഴിയുന്നത് യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 1. യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായത്തിന്റെ 1. എല്ലാവർക്കും കാണാൻ അറിയാവുന്ന ഒരു വേദഭാഗമാണത്. 60-ാം അധ്യായത്തിന്റെ 1. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ആമേൻ. വണ്ടർഫുൾ. എഴുന്നേറ്റ് പ്രകാശിക്കുക. ഇറ്റ്സ് എ കമാൻഡ്, ഇറ്റ്സ് എ ഡിസയർ ഓഫ് ലോർഡ്. അത് കർത്താവിന്റെ നമ്മളെ കുറിച്ചുള്ള ഒരു ആഗ്രഹമാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക. നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തെ കുറിച്ച്, നമ്മെ ആക്കിയ സ്ഥലത്തെ കുറിച്ച് കർത്താവ് നമ്മളെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ ആ സ്ഥലത്തിന്റെ പ്രകാശമാണ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് എന്ന് പറയാം. But that world should start from the place where you are right now. നമ്മൾ എവിടെ ആയിരിക്കുന്നു ആ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ആ പ്രകാശം ആദ്യം പുറപ്പെടുവിക്കേണ്ടത്. യെരൂശലേമിലും യഹൂദിയയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം. അപ്പോൾ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് റൈസ് ആൻഡ് ഷൈൻ എന്നാണ്. നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കണമെന്നാണ്. ബട്ട് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഷൈൻ, ദാറ്റ് മീൻസ് യു ആർ നോട്ട് ആൻ വിക്ടോറിയസ് ലൈഫ്. വിക്ടോറിയസ് ലൈഫിൽ നമ്മൾ അല്ല. അപ്പൊ വിക്ടോറിയസ് ലൈഫിലേക്ക് നമുക്ക് പോകണം. എന്ത് ചെയ്യണം? യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ഉദിക്കണം, അവന്റെ പ്രകാശം നമ്മുടെ വന്നിരിക്കണം. അപ്പോൾ നമുക്കറിയാം, വി ആർ നോട്ട് സൺ, വി ആർ ജസ്റ്റ് ലൈക്ക് മൂൺ. നമ്മൾ സൺ അല്ല, പിന്നെ ഒരു മൂൺ ആണ്.
രണ്ടിന്റെ വ്യത്യാസമാണ്. ദ മൂൺ കനോട്ട് പ്രൊവൈഡ് ലൈറ്റ് ഇറ്റ് സെൽഫ്, ബട്ട് ദ സൺ ക്യാൻ ഗിവ് ദ ലൈറ്റ് ഇറ്റ് സെൽഫ്. സണ്ണിന് അല്ലെങ്കിൽ സൂര്യന് സ്വയം പ്രകാശിക്കാൻ കഴിയും, നമ്മൾ ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ ആരാണ്? നമ്മൾ ചന്ദ്രന്മാരാണ്. നമ്മുടെ ഭൂമിയിലേക്ക് പ്രകാശം വരുന്ന ചന്ദ്രന്മാർ. അപ്പൊ നമ്മുടെ പ്രകാശം എവിടെ നിന്ന് വരുന്നത്? നമ്മുടെ പ്രകാശം ആ കർത്താവിൽ നിന്ന് വരുന്നത്. അപ്പൊ കർത്താവിന്റെ പ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായി നമുക്ക് മാറാൻ കഴിയണം. അപ്പൊ നമ്മുടെ അകത്ത് റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ആ പെർഫെക്ഷൻ ഉണ്ടാവണം. അപ്പൊ അവിടെ നമ്മൾ കാണുന്നത് ദ ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവുമായി എൻകൗണ്ടർ ഇല്ലാത്തൊരു വ്യക്തി, പരിശുദ്ധാത്മാവിൽ നിറയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും ഒരു പ്രകാശം അവരുടെ അകത്തുനിന്ന് ചൊരിയാൻ അവർക്ക് കഴിയത്തില്ല. ആമേൻ. ദൈവത്തിന്റെ സാക്ഷികളായി പ്രകാശങ്ങളായി ജീവിക്കുക. ആബ്സല്യൂട്ട്ലി ആബ്സല്യൂട്ട്ലി പ്രകാശം ചൊരിയുന്നതായി നമ്മൾ ജീവിക്കുക. അടുത്തത് നമുക്ക് കാണുവാൻ കഴിയുന്നത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ 30 അതും വളരെ സുപരിചിതമായ വേദഭാഗമാണ്. എഫേസ്യ 4:30 നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. അവിടെ കാണുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളായി മുദ്രയിട്ടിരിക്കുന്നത്. വണ്ടർഫുൾ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പം ഇപ്പൊ എനിക്ക് ഇവിടെയുള്ള പേര് ഞാൻ പറയാം. ഉദാഹരണം പോൾ ഗംഗാധർ എന്ന് പറയുന്ന ഒരു ദൈവാസനെ കാണുമ്പോൾ എനിക്ക് പോൾ ഗംഗാധര. ഓക്കെ, അദ്ദേഹത്തെ എനിക്ക് അറിയത്തേ ഇല്ലെങ്കിൽ പിന്നെ ഞാനെങ്ങനെ പുള്ളിയെ ദുഃഖിപ്പിക്കുന്നത്? ആ വ്യക്തി എനിക്ക് പരിചയം പോലും ഇല്ല, പിന്നെ ഞങ്ങളും എന്നാ പ്രശ്നം ചോദിക്കുന്നത്? ഞങ്ങൾ ഒരു പ്രശ്നമില്ല, ദുഃഖിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അദ്ദേഹം എന്നെ ദുഃഖിപ്പിക്കുന്ന ഞങ്ങൾ ഒരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി ഈ പോൾ ഗംഗാധര എന്ന് പറയുന്ന വ്യക്തിനെ അറിയത്തേ ഇല്ല. ദാറ്റ് മീൻസ് there are certain people they do not know even who is the Holy Spirit. അതിന്റെ വേറെ സബ്ജക്റ്റ് ആണ്. എനിക്ക് അടുത്ത വർഷം ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാം. There are a lot of Christians, they do not have an encounter with the Holy Spirit. They do not even know that who is he. They are just entitled, or they are just limited with Jesus Christ. They know the Father God, they know the Christ who is the Redeemer, but they do not know one who can be a counselor and comforter. His name is Holy Spirit. They do not know. അവർക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവർ വ്യക്തിപരമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഇല്ലാത്ത വ്യക്തിയാണ്. അപ്പൊ പരിശുദ്ധമായി വ്യക്തിയുമായി എൻകൗണ്ടർ ഇല്ലെങ്കിൽ they cannot be promoted into a victorious life. ഈവൻ യേശുക്രിസ്തുവിൽ പോലും നമുക്ക് കാണുവാൻ കഴിയുമല്ലോ. 1 മുതൽ 30 വയസ്സ് വരെയുള്ള യേശുക്രിസ്തുവിന്റെ കാലഘട്ടം അത് പരിശുദ്ധാത്മാവുമായി എൻകൗണ്ടർ, പരിശുദ്ധാത്മാവിൽ അഭിഷേകത്തിൽ നിറഞ്ഞൊരു കാലഘട്ടം അല്ലാത്തത് കൊണ്ട് യേശു കാഴ്ചക്കാരനായി മാത്രം നടന്ന ഒരു കാലഘട്ടം. സാത്താനെ കാണുന്നു, സാത്താൻ അതിലേക്ക് പോകുന്നു, നോ പ്രോബ്ലം. രോഗികൾ വരുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. കർത്താവിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ലാത്ത 30 വർഷക്കാലം. എന്നാൽ ലൂക്കോസ് 1-ാം അധ്യായത്തിൽ കാണാനും കഴിയും, അവനെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധം നിറയപ്പെട്ടവനായി ഗലീലയിലേക്കും പിന്നെ നസറേത്തിലേക്കും പോയി. അവിടെ മുതൽ യേശുവിന്റെ ലൈഫ് മാറുകയാണ്. അവിടെ മുതൽ യേശു വിക്ടോറിയസ് ലൈഫിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ യേശുവിന്റെ 1 മുതൽ 30 വയസ്സുള്ള കാലഘട്ടത്തെ ക്രിസ്തീയ ജീവിതമൊന്നും 30 മുതൽ 33 അല്ല, ഇതുവരെ ഈ 3 വരെയുള്ള കാലഘട്ടത്തെ യേശുവിനെ കുറിച്ച് പറയാൻ കഴിയും. യേശു ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു പറയാൻ കഴിയും. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? പരിശുദ്ധാത്മാവുമായി നിരന്തരമായ ഒരു ബന്ധം. എന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് സ്തോത്രം, പ്രത്യാശയില്ലാത്ത ജീവിതം. ഒരു ചെറിയൊരു രോഗമോ ദുഃഖമോ ഒക്കെ വരുമ്പോൾ മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന ആളുകൾ, നിത്യതയെക്കുറിച്ച് പ്രത്യാശയില്ലാത്ത ആളുകൾ. യെസ്, എഫേസ്യ 4:30. ആമേൻ. പ്രത്യാശയില്ലാത്ത ആളുകൾ, അവർക്ക് പ്രത്യാശ ജീവിതത്തിലില്ല, അവർക്ക് ഹോപ്പില്ല, എറ്റേണൽ ലൈഫിനെ കുറിച്ച് ഹോപ്പില്ല. അയ്യൂബ് പറയുന്നത്, ഞാൻ ഇങ്ങനെ എന്റെ ശരീരം നശിച്ചു പോയാലും I don't worry because I have a hope in Christ. Even he did not acknowledge the presence of Jesus Christ in those days, but still he had a hope in Christ that I will not worry. ഞാൻ ഇങ്ങനെ നശിച്ചു പോയാലും I don't have any problem. കാരണം എനിക്ക് അറിയാം, എനിക്ക് എന്റെ ശരീരം എനിക്ക് മടക്കി കിട്ടും. എനിക്കൊരു എറ്റേണൽ ഹോപ്പ് ഉണ്ട്, എറ്റേണൽ ലൈഫ് ഉണ്ട്. ഇപ്പോഴത്തെ എന്റെ ലൈഫ് എന്ന് പറഞ്ഞൊരു താൽക്കാലികമായിട്ടുള്ള ലൈഫാണ്, പക്ഷെ അതിനപ്പുറമായി നിത്യത എന്നെ കാത്തിരിക്കുന്നു എന്ന് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് ദേ ആർ വിക്ടോറിയസ് ആയി. പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ പുറമേയുള്ള ശരീരമോ നാളെ ക്ഷയിച്ചു വരണമെങ്കിലും അകമേലുള്ള മനുഷ്യൻ നാളെ ബലപ്പെട്ട് വരുന്നു. അപ്പോൾ ഒരു ഇന്നർ മേനെ കുറിച്ചുള്ള, അകത്തെയുള്ള മനുഷ്യനെ കുറിച്ച് അവബോധമുള്ള ആള്, നമുക്ക് അവരെ പറ്റി പറയാൻ പറ്റും, ദേ ആർ വിക്ടോറിയസ് ലൈഫ്.
അടുത്തതായിട്ട് മറ്റുള്ളവരെ കുറിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഹിമ്മത്ത് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഹിമ്മത്ത്. അവർക്ക് ധൈര്യം കാണത്തില്ല. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ധൈര്യമില്ല. കാരണം അവർ മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകാം. അന്ന് പാസ്റ്റർ വിളിച്ചു കൊടുക്കും, പാസ്റ്ററെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണേ. അതുകൊണ്ട് ഞാൻ ഹിമ്മത്ത് പ്രേ ഫോർ ദം. നമുക്കൊരു അകത്ത് നമുക്ക് ധൈര്യം എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ലാസ്റ്റ് വൺ നമുക്ക് അറിയാം, തിയറി ഉണ്ട് നമ്മുടെ കയ്യിൽ, പക്ഷെ പ്രാക്ടിക്കൽ ഇല്ല. പ്രാക്ടിക്കൽ സ്റ്റെപ്പ് നമ്മുടെ അകത്തുണ്ടാകണം. അടുത്തത് ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. പാപത്തിൽ നിന്നും ഒരു വിടുതൽ, അല്ലെങ്കിൽ പാപത്തെ ഹരാന എന്ന് ഹിന്ദിയിൽ പറയും. പാപത്തിന്മേൽ ജയമെടുക്കാൻ കഴിയണം. പാപം നമ്മളെ വിഴുങ്ങാതെ പാപത്തിന്മേൽ ജയമെടുക്കാൻ കഴിയുമെങ്കിൽ നമ്മള് അസന്നിഗ്ധമായ സാഹചര്യങ്ങളിൽ വിവേചന ശക്തി, അതെ, വിവേചനം തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഡിസൈനിങ് സ്പിരിറ്റ് നമ്മുടെ അകത്തുണ്ടോ, ദാറ്റ് മീൻസ് യു ആർ ഇൻ എ വിക്ടോറിയസ് ലൈഫ്. ലാസ്റ്റ് വൺ, ലജ്ജിത് നഹീ ഹോംഗെ. ഹിന്ദിയിൽ ഒരു പാട്ടുണ്ട്, ലജ്ജിത് നഹീ ഹോഗാ മേ, ഓ ലജ്ജിത് നഹീ ഹോഗാ മേ, ലജ്ജിത് നഹീ ഹോഗാ മേ, യേശു रहने से, യേശു साथ रहने से, യേശു साथ चलने से, യേശു साथ होने से, लज्जित नहीं होगा मैं, ओ लज्जित नहीं होगा मैं, लज्जित नहीं होगा मैं, യേശു रहने से. അത് പാടാൻ, സന്തോഷത്തിൽ പാടാൻ കഴിയുമെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ വിക്ടോറിയസ് ഒരു ക്രിസ്ത്യൻ ലൈഫിലാണ്. ഞാൻ വാക്കിലൂടെ ഉപസംഹരിക്കുകയാണ്. എന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സമയത്ത് വേർത്തി തന്ന ദൈവദാസന്മാരുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയത്തിൽ വിശേഷാൽ ഓർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ജയകരമായ ക്രിസ്തുവിലേക്ക് നമുക്ക് പോകാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധന്മാരുടെ ആ കൂട്ടായ്മ നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ ദാസൻ വളരെ ശാന്തനായിട്ട് വളരെ ക്രമീകൃതമായിട്ടുള്ള ഒരു വിഷയമാണല്ലോ സംസാരിച്ചത്. ആഴമായിട്ടുള്ള തിയോളജി ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെയും നമുക്ക് വിജയകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിൻ്റെ ഏതാനും ലക്ഷണങ്ങൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, കർത്താവിലുള്ള ആ സന്തോഷം, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ചിലരുടെ മുഖമൊക്കെ കണ്ടാൽ വളരെ നിരാശിതരായിട്ട്, എന്നാൽ പൗലോസ് പറഞ്ഞത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, റിജോയ്സ് ഓൾവേസ് ഇൻ ദ ലോർഡ്. അത് ഏത് സാഹചര്യത്തിലായി പൗലോസ് ഇതൊക്കെ പറയാൻ നമുക്കറിയാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ മൂന്നാമത്തെ അധ്യായത്തിലും പറയുന്നുണ്ട്. എല്ലാ അധ്യായത്തിലും പറയുന്നത് എപ്പോഴും സന്തോഷിക്കുക. നമുക്കറിയാം ഫിലിപ്പിയയിൽ എന്താ സംഭവിച്ചത് നമുക്കറിയാം. കാരാഗൃഹത്തിൽ കിടക്കി അടികൊള്ളുകയൊക്കെ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു ദൈവവചനത്തിൻ്റെ പ്രസക്തി. ദൈവവചനം നമ്മൾ വായിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി തീരുക. എല്ലാത്തിനും ഉപരിയായിട്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുക. ഇപ്പോൾ വലിയ ദൈവദാസന്മാരൊക്കെ ഉണ്ട്, വലിയ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും, പക്ഷെ ആത്മാവിൻ്റെ ഫലങ്ങൾ അവരുടെ ജീവിതത്തിലെങ്കിൽ സ്നേഹമില്ല, പരോപകാരമില്ല, സ്വന്തം കാര്യം, തൻ കാര്യം, അത് ഒരിക്കലും അത് ആത്മാവിൻ്റെ ഫലങ്ങൾ കാണുന്നില്ലെങ്കിൽ നമുക്ക് അത് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തീയ ജീവിതമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ കേട്ട തിരുവേദനത്തിന് മുമ്പാകെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മളെ വിജയകരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുന്നതിന്, കർത്താവ് വിജയകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന്, അതുപോലെ കുടുംബജീവിതവും എല്ലാം നയിക്കുന്നതിന് കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, അസന്നിഗ്ധ സാഹചര്യങ്ങളിൽ ഉള്ള വിവേചന ശക്തി, ശരിയേതാണ് തെറ്റേതാണ് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ആ വിവേചന ശക്തി, അത് പലപ്പോഴും നമുക്ക് പലർക്കും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓർക്കുന്നത്, അത് അങ്ങനെ അല്ലായിരുന്നല്ലോ ചെയ്യേണ്ടത്, ഇങ്ങനെ ആയിരുന്നല്ലോ പറയേണ്ടിയിരുന്നു, അല്ല ഇങ്ങനെ ആയിരുന്നല്ലോ ചെയ്യേണ്ടിയിരുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നമുക്കറിയാം. അതുപോലെ തന്നെ പാപത്തിന്മേലുള്ള ജയം, ഏത് സാഹചര്യങ്ങളിലും പാപത്തിന്മേലുള്ള ജയം നമുക്കറിയാം. ജോസഫിൻ്റെ ആ സാഹചര്യത്തിൽ ഏതൊരു ചെറുപ്പക്കാരനും ബുദ്ധിമുട്ടി പോകാവുന്ന, അല്ലെ പരീക്ഷയിൽ അകപ്പെട്ടു പോകാവുന്ന ഒരു സാഹചര്യമാണ്. എല്ലാവിധ സാഹചര്യങ്ങൾ, അന്ന് ആ സാഹചര്യങ്ങളിന്മേലൊക്കെ അതിജീവിക്കാനുള്ള ആ ഒരു ശക്തി അദ്ദേഹത്തെ, അത് മാനുഷികമായിട്ട് ഉള്ളത് ഉപരി ആ കർത്താവുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ഒരു ശക്തിയാണ്. കർത്താവിൻ്റെ ദാസൻ വളരെ
ശാന്തനായിട്ട് വളരെ ധാരാളം പോയിന്റുകൾ 10-14 പോയിന്റുകൾ 10-14 പോയിന്റുകൾ പറഞ്ഞല്ലോ. നമുക്ക് ആ ആ ആ ആ- അത് നമ്മുടെ ജീവിതത്തിൽ പിന്തുടരുവാനായിട്ട് നമുക്ക് സ്വന്തം ശക്തി കൊണ്ട് നമുക്കത് കഴിയില്ലല്ലോ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക, പരിശുദ്ധാത്മാവായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കുക. പൗലോസ് പറഞ്ഞാൽ ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഇടവിടാതെ നമ്മൾ കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ വിജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമുക്കറിയാം, കർത്താവിൻ്റെ ശിഷ്യന്മാര് അവര് ഇതെല്ലാം കർത്താവിനോട് കൂടെ നടന്നവരാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ നേരിട്ട് കർത്താവിനെ കാണുന്നില്ല, നമ്മുടെ മനസ്സിൽ കൂടെ ആത്മാവിൻ്റെ ആ സഹായം കൊണ്ട് നമ്മൾ ബന്ധപ്പെടുക. എന്നാൽ അവരാണെങ്കിൽ കർത്താവിനോട് കൂടെ ഫിസിക്കലായിട്ട് ഭർത്താവിനോട് കൂടെ നടന്നവരാണ്. എന്നിട്ട് പോലും അവര് പരാജിതരായിട്ട് ഓടിപ്പോവുകയായിരുന്നു. സ്വന്തം ശക്തിയിലൊക്കെ ആശ്രയിച്ച് അവര് ബുദ്ധിയിലും ജ്ഞാനത്തിലും ഒക്കെ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതെല്ലാം അവർ പരാജിതരായി തീർന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ്, പത്രോസിന്റെ മേലും ഒക്കെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവരാൾ മാറിയവരെ പോലെ ആണല്ലോ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയത്. അതുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിലനിൽക്കാം. കർത്താവിൻ്റെ ദാസന് വളരെ നേരത്തെ പറഞ്ഞല്ലോ, ഈ നോർത്ത് ഇന്ത്യയിലും ഇവിടെയൊക്കെ സൂം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, സൂമെന്ന് നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ ദാസന്റെ ചർച്ചിൽ സൂമിലാണ് മീറ്റിംഗ് നടത്തിയതെന്നൊക്കെ നമ്മൾ കേട്ടല്ലോ. നമുക്ക് സൂം വളരെ നല്ലതാണ്. ഇന്ന് സൂം മീറ്റിംഗ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഷിക്കാഗോ പ്രയൽ തന്നെ നടക്കാൻ ഒക്കത്തില്ലല്ലോ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇരിക്കുന്നവരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരിക്കുന്നവരും ഒക്കെ ആണല്ലോ. അതുകൊണ്ട് ഇതൊരു നല്ല ഒരു സംവിധാനമാണ്. പക്ഷേ ആ എല്ലാ നല്ല സംവിധാനത്തെ മനുഷ്യൻ ചീത്തയാക്കി കളയും. ഈ ഇൻ്റർനെറ്റും ഒക്കെ എത്ര വലിയ സംവിധാനങ്ങളാണ്. അത് വന്നതിന് ശേഷം എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട്. പക്ഷേ അതിനെയും മനുഷ്യൻ തിന്മയ്ക്ക് വേണ്ടി ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ സൂം മീറ്റിംഗ് നല്ലതാണ്. പക്ഷേ മീറ്റിംഗ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞ പോലെ സൂം മീറ്റിങ്ങിന് പല പ്രത്യേകതകളുണ്ട്, പല ഗുണങ്ങളുണ്ട്. മീറ്റിങ്ങിൽ സംബന്ധിക്കാം, കറിക്ക് അരിയുകയും ചെയ്യാം, അതുപോലെ തന്നെ നോട്ട് എഴുതാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാം, മീറ്റിങ്ങിൽ സംബന്ധിക്കുകയും ചെയ്യാം. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ അംഗവും കാണാൻ താളിയും ഒടിക്കാം എന്ന് പറഞ്ഞതുപോലെ ആയിത്തീരരുത്. അത് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് വേണം എന്ന് നമ്മൾ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. നമ്മൾ കർത്താവ് നമുക്ക് ജ്ഞാനവും ബുദ്ധിയും ഒക്കെ തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസന് ഇന്ന് ഈ സംസാരിച്ചത് വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളായിരുന്നല്ലോ, വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസനെ കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. ആ ചർച്ചിന് എല്ലാവിധ അനുഗ്രഹങ്ങളും കർത്താവ് നൽകട്ടെ. അവർക്ക് സ്വന്തമായിട്ട് സ്ഥിരമായിട്ട് ചർച്ച നടത്തുന്നതിനുള്ള ഒരു സ്ഥലം, ഒരു സാവകാശം കർത്താവ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഷിക്കാഗോ പ്രയലിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കർത്താവ് തൻ്റെ ദാസനെ ധാരാളമായിട്ട്, ആ ദാസനെയും ചർച്ചിനെയും കുടുംബത്തെയും ഒക്കെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.